Hi students, കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമായി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് കിട്ടിയാൽ റെക്കോർഡ് ചെയ്യും, ക്യാഷ് കൊടുത്താൽ റെക്കോർഡ് ചെയ്യും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതിനെ പരിഗണിക്കണം? റവന്യൂ ഐറ്റം മാത്രമേ നമ്മൾ പരിഗണിക്കാൻ പാടുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെയും ക്യാപിറ്റൽ ഇൻകത്തെയും നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിലും എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, classification of income and expenditure item. For the preparation of income and expenditure account, the distinction between capital item and revenue items are very important. Income and expenditure can be classified into two categories. First one capital income and revenue income. Second one capital expenditure and revenue expenditure. Okay, or capital income and capital expenditure, revenue income and revenue expenditure. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് മൂലധന സ്വഭാവമുള്ള ഇനങ്ങളും, അതായത് ക്യാപിറ്റൽ ഐറ്റംസ്, വരുമാന സ്വഭാവമുള്ള ഇനങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇത്തരത്തിൽ വരുമാനങ്ങളെയും ചെലവുകളെയും നമുക്ക് രണ്ടായി തരംതിരിക്കാം. വരുമാനങ്ങളെയും ചെലവുകളെയും നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവാം. ക്യാപിറ്റൽ റവന്യൂ ഉണ്ടാവാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവാം. ഓക്കെ, ഈ രണ്ടൈറ്റവും നമ്മൾ മനസ്സിലാക്കണം. അത് എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ക്യാപിറ്റൽ റെസിപ്റ്റ്. ക്യാപിറ്റൽ ഇൻകം ഓർ റെസിപ്റ്റ്സ് ഇൻ എ ബിസിനസ് ഈസ് നോട്ട് എ റെഗുലർ ഇൻകം ഓർ ദേ ആർ നോൺ റിക്കറിങ് ഇൻ നാച്ചർ. ഇതൊരു റെഗുലർ ആയിട്ടുള്ള വരുമാനമായിരിക്കില്ല. റെഗുലർ ബേസിസിലാണെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് പരിഗണിക്കാം? റവന്യൂ ഐറ്റമായിട്ട് പരിഗണിക്കാം. അപ്പോൾ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിലോ അല്ലാതെയോ എന്തായിരിക്കും? ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് റെഗുലർ ബേസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കില്ല. നോട്ട് എ റെഗുലർ ഇൻകം ഓർ ദേ ആർ നോൺ റിക്കറിങ്. അത് വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്നതായിരിക്കില്ല. നോൺ റിക്കറിങ് ആണ്. non recurring in nature. Okay, this type of income includes income from original capital invested in the business, loans and proceeds of sale of fixed assets, etc. It is similar to the term capital gain. For example, if machinery costing rupees 20,000 purchased by the business for its permanent use and it is sold for rupees 25,000, then 5,000 will be taken as capital receipt. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ 20,000 റുപ്പീസ് വിലയുള്ള ഒരു മെഷീനറി വാങ്ങി. നിങ്ങൾക്ക് എക്സാമ്പിൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വിറ്റത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ആവശ്യം നമുക്കത് ഒഴിവാക്കേണ്ടി വന്നു. ഇത് ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ വിറ്റപ്പോൾ ഇതിന് 25,000 കിട്ടി. നമ്മൾ വാങ്ങിയ വില 20,000 ആയിരുന്നു. വിറ്റപ്പോൾ നമുക്കത് എന്ത് കിട്ടി? 5,000 ലാഭം കിട്ടി. ഇങ്ങനെയുള്ള ഇത് ശരിക്ക് ലാഭം എന്ന് പറയാൻ പറ്റില്ല. പ്രോഫിറ്റാണോ? കച്ചവടം ചെയ്തുകൊണ്ട് കിട്ടിയ ലാഭമല്ല, നമ്മൾ പഴയ ഒരു മെഷീനറി വിറ്റപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയുന്ന റെസിപ്റ്റിനെ നമ്മൾ എന്ത് പറയുന്നു? ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നു. ഇത് റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. പഴയൊരു മെഷീൻ ഉണ്ടായിരുന്നു, അത് വിറ്റു. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യമായിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കണം. റെഗുലർ ഇൻ്റർവൽ അല്ലെങ്കിൽ റിക്കറിങ് ഇൻ നാച്ചർ. അങ്ങനെ ആവർത്തന സ്വഭാവം ഇല്ലാത്തതും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമല്ലാത്ത വരുമാനങ്ങളെയാണ് നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. അതായത് സ്ഥിരാസ്തികൾ, ഫിക്സഡ് അസറ്റ് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭം, ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന നേട്ടം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ ഷെയറിങ് ഡിബഞ്ചറൊക്കെ അത് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന നേട്ടം. അതുപോലെ റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് ഈസ് റവന്യൂ റെസീപ്റ്റ്സ്? Revenue income or receipts in a business comprise cash from sales, discount, commission, interest on investment, etc. These incomes are received regularly during the course of business transaction.
എന്നാൽ ആവർത്തന സ്വഭാവമുള്ളതും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ അല്ലാത്ത വരുമാനങ്ങളെയാണ് ആവർത്തന സ്വഭാവമുള്ളതും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ എന്നാണ്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആവർത്തന സ്വഭാവമുള്ളതും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ വരുമാനങ്ങളെയാണ് റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറയുക. അതായത് സ്ഥിരമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും, ആവർത്തന സ്വഭാവം ഉണ്ടാവും. ഇങ്ങനെയുള്ളതാണ് നമുക്ക് റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറയുക. ഓക്കെ, റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇത് സംഭവിക്കും, ആവർത്തനം ഉണ്ടാവും, സ്ഥിരമായിട്ട് കിട്ടുകയും ചെയ്യും. അതായത് എല്ലാ ആഴ്ചയോ എല്ലാ മാസമോ അല്ലെങ്കിൽ ദിവസവും കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഗുഡ്സ് വിറ്റു, നാളെയും വിൽക്കും, മറ്റന്നാളും വിൽക്കും. അപ്പോൾ ഗുഡ്സ് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന, ചരക്ക് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭം എന്താണ്? റവന്യൂ റെസീപ്റ്റാണ്. അതുപോലെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു, ചിലപ്പോൾ കമ്മീഷൻ കിട്ടുന്നു. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസം 5000 കിട്ടി, അടുത്ത മാസം 5000 കിട്ടി, എല്ലാ മാസവും അങ്ങനെ കിട്ടിക്കൊണ്ടായിരിക്കും. അപ്പോൾ അതിന് റിക്കറിങ് നാച്ചുറുണ്ട്, അതിന് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റവന്യൂ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ ആവർത്തന സ്വഭാവം ഉണ്ടായിരിക്കും, സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ രണ്ട് ഘടകങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ ദോസ് എക്സ്പെൻഡിച്ചർ വിച്ച് ആർ മെയ്ഡ് ഫോർ അക്വയറിംഗ് ഫിക്സഡ് അസറ്റ്സ് or for increasing revenue earning capacity and for acquiring capital. Their utility is for long period and non-recurring nature. ദീർഘകാലത്തേക്ക് സ്ഥിരാസ്തികൾ, അതായത് ഫിക്സഡ് അസറ്റുകളോ ക്യാപിറ്റൽ, അതായത് മൂലധനം നേടാനായുള്ള പ്രക്രിയയിൽ ഉണ്ടാകുന്ന ധനവ്യയമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റുകൾ വാങ്ങുന്നത് കുറേ വർഷത്തേക്കുള്ള ഉപയോഗത്തിനായിരിക്കും. അപ്പോൾ കുറേ വർഷത്തേക്കുള്ള ഉപയോഗത്തിനായിട്ട് ഫർണിച്ചർ, മെഷീനറി ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിയാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ റവന്യൂ ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള പ്രവൃത്തി, അതായത് നമുക്ക് ഷെയർ, ഡിബഞ്ചർ ഇതുപോലെയുള്ളത് ഇഷ്യൂ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നത്. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് വൺ വിച്ച് ഇൻകേർഡ് ഇൻ ദ ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ്. ദേ ആർ ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് പർച്ചേസസ് ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ എഫിഷ്യൻസി ഓഫ് ഫിക്സഡ് അസറ്റ്. ബിസിനസ്സിൻ്റെ ചരക്ക് വാങ്ങി വിൽക്കുക എന്ന ദിനേനയുള്ള പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ചെലവുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കും? റവന്യൂ ഇൻകം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആയിരിക്കും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ്. ഇതിന് ആവർത്തന സ്വഭാവം ഉണ്ടായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുകയും ചെയ്യും, അതുപോലെ കണ്ടിന്യൂറ്റി ഉണ്ടാവുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ഫോളോയിങ് ഐറ്റംസ് ആർ ക്യാപിറ്റൽ ഓർ റവന്യൂ നാച്ചർ ആൻഡ് സ്റ്റേറ്റ് ദ റീസൺ. rupees 1,50,000 invested in government bond. First one, rupees 1,50,000 invested in government bond. Second one, a vehicle costing rupees 70,000 and is standing in the books at rupees 55,000 was sold for rupees 60,000. Wages paid for erection of machinery rupees 2,500. A wages paid for erection of machinery rupees 2,500. A typewriter replaced by a computer. Carriage paid on goods purchased rupees 3,000. Repairs and renewals of plant and machinery rupees 4,500. Purchased of additional plant and machinery rupees 22,000. Rupees 2 lakh spent on painting a new factory. അപ്പോൾ 7 കേസുകളാണ് നമുക്ക് തന്നത്. നമ്മളോട് പറഞ്ഞത് ഇതിൽ റവന്യൂ ഐറ്റം ഏതാണ്, ക്യാപിറ്റൽ ഐറ്റം ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. റവന്യൂ നാച്ചർ ആൻഡ് ക്യാപിറ്റൽ നാച്ചർ ഇത് രണ്ടും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ സൊല്യൂഷൻ നമുക്ക് നോക്കാം. ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ബോണ്ട്. ഗവൺമെൻറ് ബോണ്ടിൽ നിക്ഷേപിക്കുക എന്നുള്ളത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ ലോങ് ടേം അസറ്റ് ഫോർ ദ ഫേം. നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് അത് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. നമുക്ക് നിക്ഷേപം എന്തായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് ആൾസോ ക്രിയേറ്റ്സ് എ ലോങ് ടേം അസറ്റ്സ് ഫോർ ദ ഫേം. അസറ്റായിട്ട് പരിഗണിക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അസറ്റായിട്ട് പരിഗണിക്കുന്നു.
ദെൻ സെക്കൻഡ് വൺ, എമൗണ്ട് റിയലൈസ് ഓൺ സെയിൽ ഓഫ് വെഹിക്കിൾ. നമ്മളുടെ ബിസിനസ്സിൽ സ്ഥാപനത്തിലുണ്ടായിരുന്ന വെഹിക്കിൾ വിറ്റു, വാഹനം വിറ്റു, അതിലൂടെ 5 ലക്ഷം രൂപ കിട്ടി. ഇത് ക്യാപിറ്റൽ റെസിപ്റ്റാണ്. ഈ വാഹനം എന്നുള്ളത് ബിസിനസ്സിൻ്റെ സ്ഥിരമായ ഉപയോഗത്തിനുള്ളതായിരുന്നു. അത് പഴയതാവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന എന്താണ്, അത് ആ വിൽക്കുന്നതിലൂടെ കിട്ടുന്ന തുക എന്താണ്, ഇറ്റ്സ് എ ക്യാപിറ്റൽ നാച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ റെസിപ്റ്റാണെന്ന് പറയുന്നു. ഇനി പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ₹5,000 ഈസ് റവന്യൂ റെസിപ്റ്റ്. അപ്പോൾ ഇത് വിറ്റതിലൂടെ നമ്മൾ ഇതിൻ്റെ വില ഉണ്ടായിരുന്നത് 60,000 ആണ്. ഇതിൻ്റെ വില 60,000 ആയിരുന്നു. വില 55,000 ആയിരുന്നു. ഇതിൻ്റെ വില 55,000 ആയിരുന്നു. നമ്മൾ വിറ്റത് 60,000-ത്തിനാണ്. 5,000 രൂപ നമുക്ക് എന്തുണ്ട്, ലാഭം കിട്ടി. അപ്പോൾ ഇത് ഇങ്ങനെ ലഭിക്കുന്ന ഈ ലാഭം എന്താണ്, നമ്മൾ റവന്യൂ ഐറ്റമായിട്ട് പരിഗണിക്കണം. ഓക്കെ. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു ദ കോസ്റ്റ് ഓഫ് മെഷീനറി. മെഷീനറി നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞൂല്ലേ. മൂന്നാമത്തെ കേസ് നോക്കൂ. മൂന്നാമത്തെ കേസിൽ വേജസ് പെയ്ഡ് ഫോർ ഇറക്ഷൻ ഓഫ് മെഷീനറി. മെഷീനറി വാങ്ങി ബിസിനസ്സിലെത്തി അത് ഫിറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ചിലവുകളും മെഷീനറി വാങ്ങിയ ചിലവിലാണ് വരിക. അതുകൊണ്ട് എറക്റ്റിംഗ് ചാർജ് എന്ന് പറയുന്നത് ഫിറ്റിംഗ് ചാർജായിട്ട് മനസ്സിലാക്കിയാൽ മതി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു ദ കോസ്റ്റ് ഓഫ് മെഷീനറി. അതെന്തിൽ വരുന്നു, കോസ്റ്റ് ഓഫ് മെഷീനറി ആണ്. അപ്പോൾ ക്യാപിറ്റൽ ആണെന്ന് അർത്ഥം. നെക്സ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആസ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദി വർക്ക് ആൻഡ് ദസ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ്. നാലാമത്തെ നോക്കൂ. എ ടൈപ്പ് റൈറ്റർ റീപ്ലേസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ. ഒരു ടൈപ്പ് റൈറ്റർ മാറ്റി നമ്മൾ എന്താക്കി മാറ്റി, ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ദീർഘകാല ഉപയോഗത്തിനുള്ളതാണ് അർത്ഥം. ഇനി എടുത്ത് നോക്കൂ അഞ്ചാമത്തത് നോക്കൂ. ക്യാരിയേജ് പെയ്ഡ് ഓൺ ഗുഡ്സ് പർച്ചേസ്ഡ്. ഗുഡ്സ് വാങ്ങിയപ്പോൾ നമ്മൾ ക്യാരിയേജ് കൊടുത്തു. ഇത് റവന്യൂ നാച്ചറാണ്. കുറച്ച് കാലത്തേക്കുള്ളതാണ് എന്നർത്ഥം. ഇനി ആറാമത്തെ നോക്കൂ. റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ₹5,000. അപ്പോൾ ആറാമത്തത്, റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. കാരണം അത് ഫിക്സഡ് അസറ്റുകൾ റിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് റവന്യൂ നാച്ചറാണെന്ന് ഓർത്തിരിക്കാം. റിപ്പയേഴ്സ് എന്താണ്, റവന്യൂ നാച്ചറാണെന്ന് ഓർത്തിരിക്കാം. അതേസമയം പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്താണ്, ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ഓർത്തിരിക്കാം. ഇനി ഏഴാമത്തത്, എമൗണ്ട് ഓഫ് ₹2 lakh സ്പെൻഡ് ഓൺ പെയിൻറ്റിങ് ന്യൂ ഫാക്ടറി ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഒരു ബിൽഡിംഗ്, ഫാക്ടറി എന്നുള്ളത് ഒരു ബിൽഡിംഗ് ആണല്ലോ. ആൻഡ് വിൽ ബി ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്. അപ്പോൾ പുതിയൊരു ഫാക്ടറി ബിൽഡിംഗ് ആണ്. ന്യൂ ഫാക്ടറി, അപ്പോൾ പുതിയ ഫാക്ടറി ഉണ്ടാക്കുന്ന സമയത്ത് അത് ഉണ്ടാക്കാൻ തുടങ്ങിയത് മുതൽ അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ വരുന്നു. അത് ക്യാപിറ്റൽ നാച്ചറാണ്. പിന്നെ അത് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്കുണ്ടാവുന്നത് എന്താണ്, പിന്നെ തൊട്ടടുത്ത വർഷമോ അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷമോ വരുന്ന പെയിൻറ്റിംഗ് ഒക്കെ നമുക്ക് റവന്യൂ നാച്ചറായിട്ട് പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, താങ്ക് യു.